ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും ചേർന്ന് രൂപയുടെയും സേനന്റെയും ആ ഒരു വിവാഹം നടത്താൻ തീരുമാനിക്കുകയാണ്. നമ്മുടെ ആദർശം നയനയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആദർശ് പറയണേ, എന്തായാലും കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോവാണല്ലോ, ഇനിയിപ്പോ കൂടുതലൊന്നും പറയണ്ടെങ്കിലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സേനനോടായിട്ട് പറയുന്നുണ്ട്. അതിനിടയിലാണെങ്കിൽ നമ്മുടെ അച്ചായന്റെ മകൻ വന്നു ചേരുകയാണ് അവിടേക്ക്. അങ്ങനെ അച്ചായന്റെ മകൻ ആൽബർട്ട് വന്നു ചേരുന്നുണ്ട്. അപ്പൊ അച്ചായൻ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കല്യാണിയാണ് ഇത് എന്ന് പറയുന്നു. കിരണിന്റെ ഭാര്യ എന്ന് പറയുന്ന സമയത്ത് ആൽബർട്ട് പറയാണ്, എനിക്കറിയാം എന്ന് പറഞ്ഞേ. അതെങ്ങനെ അറിയാമെന്ന് അച്ചായൻ ചോദിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇവർ രണ്ടുപേരും വീഡിയോ കോളിൽ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ സോണിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. സോണിയുടെ കൈയൊക്കെ ഇങ്ങനെ പിടിക്കുകയാണ്, ഹലോ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സോണിയുടെയും അതുപോലെ തന്നെ ആൽബർട്ടിന്റെയും കണ്ണുകളിൽ ആ ഒരു പ്രണയം, ആ ഒരു എന്തോ ഒരു ഇത് കാണുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അവര് അച്ഛനെ സ്വീകരിക്കുകയാണ്, മണ്ഡപത്തിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. ബൊക്കയും മാലയൊക്കെ ഇട്ടിട്ടാണ് സ്വീകരിക്കുന്നത്. അതേ സമയത്ത് എല്ലാ കർമ്മങ്ങളോടും ചടങ്ങുകളോടും കൂടി തന്നെ അവരങ്ങനെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ മുകളിലാണെങ്കിൽ നമ്മുടെ രാഹുൽ തയ്യാറാക്കിയ ആ ഗുണ്ട ഇവരൊക്കെ നിരീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. കല്യാണിയെ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. തനിക്ക് അയച്ചു തന്ന ഫോട്ടോയൊക്കെ നോക്കുന്നുണ്ട്. അതിനിടയിൽ അങ്ങനെ കല്യാണിയെ അവിടെ വെച്ച് അപായപ്പെടുത്താൻ തന്നെയാണ് അയാളുടെ തീരുമാനം. അതിനിടയിലാണെങ്കിൽ ഈ രൂപയുടെയും സേനന്റെയും വിവാഹം രാഹുലിനെ അറിയിക്കുമെന്നുള്ള ഒരു കാര്യത്തിലൊക്കെ ചെറിയൊരു സംശയമൊക്കെ ഉണ്ട്. എന്തായാലും സോണിയുടെയും അതുപോലെ ആൽബർട്ടിന്റെയും വിവാഹം അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു തീരുമാനമാക്കാമെന്ന് അച്ചായൻ അങ്ങനെ തീരുമാനിക്കുകയാണ്. അച്ചായൻ മകനോടായിട്ട് ചോദിക്കുന്നുണ്ട്, സോണിയെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്നൊക്കെ. അതിന് അവർക്കിടയിൽ ആ ഒരു സന്തോഷവും വരികയാണ്. എന്തായാലും എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് നാളെ കാണാം. കല്യാണിയെ ഒന്നും ചെയ്യാൻ പോലും സാധിക്കില്ല, ഒരു പോറൽ പോലും കല്യാണിയെ ഏൽക്കില്ല, ആ കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.